സാർ എനിക്ക് സിനിമയിൽ ചാൻസ് തരികയാണെങ്കിൽ ഞാനെന്നും സാറിനോട് നന്ദിയുള്ളവനായിരിക്കും. മിമിക്രിയും നാടകവും കളിച്ച് പരിചയമുണ്ട്. അല്ല ഇതാര്? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കാര്യം നടന്നില്ലേ? എവിടെ, എല്ലായിടത്തും വലിയ കളികളാ. അല്ല മിമിക്രി എന്തായി? മിമിക്രി നാടകമൊക്കെ നോക്കി, നടന്നില്ല. വലിയ വലിയ സംവിധായകർക്ക് കത്തും എഴുതി, ആരും വിളിച്ചില്ല. മടുത്തു തുടങ്ങി. അതാ ഞാൻ അന്ന് പറഞ്ഞത്, ആദ്യം നീ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്. അപ്പന് സുഖമില്ലാത്തതിന് ശേഷം ആ കോഴി കട പൂട്ടി കിടക്കുകയല്ലേ, അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നിട്ട് ആദ്യം കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. കയ്യിൽ കാശുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. ഞാൻ നിന്നോടുണ്ട്. നീ ഇങ്ങനെ മോടോട്ടോ ഇങ്ങോട്ട് വന്നേ. വാ. ഇന്നിപ്പം 4ാമത്തെ ആൾക്കാരാ മര്യാദയ്ക്ക് പാല് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് പറയണത്. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുതരാനൊന്നും ആളില്ലെന്ന്. എന്നെ കൊണ്ട് പാടില്ല ഈ പ്രായത്തിൽ കണ്ടടം തണ്ടി നടന്ന് പാൽ വിതരണം നടത്താൻ. ഇവിടത്തെ ഒരു മാപ്പിള കിടന്നിടത്തുനിന്ന് എണീക്കണില്ല. വേറൊരു പുള്ള തല തിരിഞ്ഞും പോയി. ഒരു നല്ല സമാധാനത്തിൽ ചാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ കർത്താവേ, എന്റെ ഒരു തലവിധി. ഒന്നും നിർത്തടി, ഇത് എപ്പോ തുടങ്ങിയതാ? കാലത്ത് അതെ, നീ ഞാൻ കാരണം ഇവിടെ ആർക്കും നല്ല മരണം കിട്ടാണ്ടിരിക്കണ്ട. ആരും ഇരുന്ന് പ്രാഗം വേണ്ട. നീ ഞാൻ ഇവിടെ ഉണ്ടാവും. കോഴിക്കട ഞാൻ തുറക്കാൻ പോവാ. കോഴിക്കച്ചവടം കൃഷിയൊക്കെ എങ്ങനെയെന്ന് നീ ജാക്സൺ കാണിച്ചു തരാം എല്ലാവർക്കും. എന്റെ മാതാവേ, നിന്റെ ഒരു ശക്തി. കണ്ടോടി, അവൻ എന്റെ മോനാ.